ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടോപ്പിക്. ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേർഡ്പ്രസ് ആണ്. ഇപ്പൊ വേർഡ്പ്രസ് എന്ന് നമ്മൾ കുറെ ദിവസമായി പറയുന്നു. പക്ഷെ വേർഡ്പ്രസ് എന്താണെന്ന് അറിയാത്ത പലരും ഉണ്ട്, അപ്പം അറിയുന്നവരും ഉണ്ട്. അപ്പം നമ്മൾ വേർഡ്പ്രസ് എന്താണെന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേർഡ്പ്രസിനായിട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ വെക്കുന്നത്. അതായത് കൂടുതലൊന്നുമില്ല, വേർഡ്പ്രസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം, അതിന്റെ അഡ്വാൻറ്റേജ് എന്താ, അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എന്തിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ പറയാം. പിന്നെ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ മറ്റേ വീഡിയോന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോ തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കംപ്ലീറ്റ് ആകുന്ന ടൈമിൽ നമ്മൾ വേർഡ്പ്രസ് യൂസ് ചെയ്തിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ വേർഡ്പ്രസ് എന്താണെന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. സോ എന്താക്കാം, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്യുന്നത് ബ്ലൂഹോസ്റ്റ് തന്നെയാണ്. അപ്പൊ ബ്ലൂഹോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വേർഡ്പ്രസിനെ പറ്റി പറയുമ്പോൾ എന്തായാലും ബ്ലൂഹോസ്റ്റ് പറയും. കാരണം എന്താ വെച്ചാൽ വേർഡ്പ്രസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് ബ്ലൂഹോസ്റ്റ് ആണ്. കാരണം ബ്ലൂഹോസ്റ്റ് വേർഡ്പ്രസ് തന്നെ നമുക്കറിയാം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ബ്ലൂഹോസ്റ്റിന്. അതായത് വേൾഡിലെ ലാർജസ്റ്റ് വെബ് സർവീസ് പ്രൊവൈഡറിൽ വരുന്ന ഒരു കമ്പനിയാണ് ബ്ലൂഹോസ്റ്റ്. ബ്ലൂഹോസ്റ്റിന് നമുക്കറിയാം, നമ്മൾ പണ്ട് പറഞ്ഞ പോലെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡൊമൈൻ എക്സ്റ്റൻഷൻ അവൈലബിൾ ആണ് ഇപ്പോൾ. അതായത് .co ഉണ്ട്, .biz ഉണ്ട്, .club ഉണ്ട്. അപ്പൊ ഈ 3 ടൈപ്പ് ഓഫ് ഡൊമൈൻ അവൈലബിൾ ആണ്. ഇപ്പൊ .co നമുക്കറിയാം എന്റർപ്രണർ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ .co യൂസ്. .biz ആണെങ്കിൽ ബിസിനസ്, നിങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഡൊമൈൻ എക്സ്റ്റൻഷൻ പറയുന്നത് ബിസ് ആണ്. ഇനിയിപ്പോ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ക്ലബ്ബ്, ഒരു സോഷ്യൽ നെറ്റ്വർക്ക്, ആ ഒരു കൈൻഡ് ഓഫ് തിങ്സ് ചെയ്യുകയാണെങ്കിൽ അതിന് ആപ്റ്റ് ആയിട്ടുള്ളത് .club ആണ്. അപ്പം ഈ 3 എക്സ്റ്റൻഷനും ഇപ്പോൾ ബ്ലൂഹോസ്റ്റിൽ അവൈലബിൾ ആണ്. പിന്നെ കൂടാതെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു എക്സ്റ്റൻഷൻ വെച്ചിട്ട് നിങ്ങൾ ഒരു ഡൊമൈൻ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 30 days കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് വെബ് ഹോസ്റ്റിംഗ് സെർവർ ബ്ലൂഹോസ്റ്റ് പ്രൊവൈഡ് ചെയ്തു. അപ്പൊ ഈ ഓഫർ ലിമിറ്റഡ് ടൈമേ ഉള്ളൂ. നമ്മൾ പ്രീവിയസ് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഈ ഓഫർ അധികം നാളില്ല. അപ്പം ആയിരിക്കെങ്കിലും വെബ് സെർവർ അതുപോലെ ഡൊമൈനും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് പോയി ഒരു ഡൊമൈനിന്റെ പ്രൈസിൽ നിങ്ങൾക്ക് ഒരു സെർവറും കൂടി. ഈ ഓഫർ മിസ് ചെയ്യേണ്ട, ആയിരിക്കും വേണ്ടത് ഇപ്പം തന്നെ പോയി പർച്ചേസ് ചെയ്തോ. ബ്ലൂഹോസ്റ്റിന്റെ ഡൊമൈൻ രജിസ്ട്രേഷൻ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രീവിയസ്ലി. ഞാൻ ക്വിക്ക് ആയിട്ടൊന്നും ഇവിടെ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ സൈഡിൽ കാണാം, ഫസ്റ്റ് നിങ്ങൾ ഡൊമൈൻ നെയിം എന്താണോ വേണ്ടി അത് ചൂസ് ചെയ്യുക, അത് ഏത് എക്സ്റ്റൻഷന് വേണോ അത് ചൂസ് ചെയ്യുക. അതിനുശേഷം സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, കാണാം, അതായത് ആ ഡൊമൈൻ അവൈലബിൾ ആണോ എന്നുള്ള ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊസീഡ് കൊടുക്കുക. പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളെ ഫ്രീ ഹോസ്റ്റിംഗിന്റെ സെക്ഷൻ. അതിന്റെ പ്ലാനും ഡീറ്റെയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതായത് മോർ ഫെസിലിറ്റീസുകൾ ഉണ്ട്, ഫ്രീ SSLs, അതുപോലെ 100+ തീംസുകൾ അവൈലബിൾ ആണ്, അതുപോലെ 50 GB സ്റ്റോറേജ്, അതുപോലെ 1 വെബ്സൈറ്റ് നിങ്ങൾക്ക് ഹോസ്റ്റ് ചെയ്യാം, ഹൈ സെക്യൂരിറ്റി ആണ്, പിന്നെ മാൽവെയർ സപ്പോർട്ട്, ലോട്ട് ഓഫ് തിങ്സ് ഉണ്ട്. ഈ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ എന്താക്കുക, പ്രൊസീഡ് കൊടുക്കുക. അത്രയേ ഉള്ളൂ പ്രോസസ്സ്. ജസ്റ്റ് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഒരു ഡൊമൈനിന്റെ പ്രൈസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ഡൊമൈൻ മേടിക്കുന്ന പ്രൈസിൽ നിങ്ങൾക്ക് ഒരു 30 days ഫ്രീ ആയിട്ട് വെൽ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ഹൈ സെക്യൂരിറ്റി ആയിട്ടുള്ള ഒരു സെർവർ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ വേർഡ്പ്രസ് എന്ന് പറയുന്ന സംഭവം നമുക്കറിയാം. വേർഡ്പ്രസ് വളരെ യൂസ്ഫുൾ ആണ് ഒരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ്, സിമ്പിൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനോ ബെസ്റ്റ് ഓപ്ഷൻസ് ആണ് വേർഡ്പ്രസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബിഗിനേഴ്സിന് ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിലേക്ക് കടക്കണമെങ്കിൽ നമുക്കറിയാം, ഇപ്പൊ HTML ഡിസൈൻ ഒക്കെ ചെയ്ത് HTML ഒക്കെ ചെയ്ത് ഒരു ഡൈനാമിക് സ്ട്രക്ചറുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കണമെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ വേർഡ്പ്രസ് ആണ്. വളരെ സിമ്പിൾ ആണ് ബിൽഡ് ചെയ്യാൻ, അധികം കോംപ്ലിക്കേറ്റഡ് ഇല്ല. കൂടാതെ അതിന്റെ ഡാഷ്ബോർഡ് ഒക്കെ വളരെ മിനിമലിസ്റ്റിക് ആണ്. അതായത് നമുക്ക് ഈസി ആയിട്ട് സാധനങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ ഹാൻഡിൽ ചെയ്യാനും സിമ്പിൾ ആണ്. നമ്മളൊരു ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ കണ്ടന്റ് മാനേജ് ചെയ്യുന്ന അതേ ഒരു കോൺസെപ്റ്റ് തന്നെ നമുക്ക് എന്താക്കാൻ പറ്റും, വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും. അതാണ് വേർഡ്പ്രസിന്റെ മെയിൻ പ്രത്യേകത. അതുകൊണ്ടാണ് ഇത് കൂടുതൽ ബ്ലോഗിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ഹാൻഡിൽ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഹാൻഡിയാണ് വേർഡ്പ്രസ്. പിന്നെ വേർഡ്പ്രസിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് CMS ആണ്. CMS എന്ന് പറയുമ്പോൾ എന്താന്ന് വിചാരിക്കും, CMS എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയാൽ അതിലെ കണ്ടന്റ് നമുക്ക് മാനേജ് ചെയ്യണം തോന്നിയാൽ ആ വെബ്സൈറ്റ് ഉണ്ടാക്കിയ ആളെ സമീപിക്കേണ്ടി വരും, അല്ലേ? അപ്പം ഈ നമ്മൾ വേർഡ്പ്രസിലാണ് ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കണ്ടന്റ് മാനേജ് ചെയ്യാൻ പറ്റും നമുക്ക് തന്നെ. അതായത് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടാണ്, അതായത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ നമ്മളൊരു പോസ്റ്റ് ഇടുകയാണെങ്കിൽ ആ പോസ്റ്റ് ഇട്ടതിന് ശേഷം നമുക്ക് തോന്നാം ഈ പോസ്റ്റിന്റെ കണ്ടന്റ് അല്ലെങ്കിൽ ടൈറ്റിൽ മാറ്റം തോന്നിയാൽ നമുക്ക് അത് എഡിറ്റ് ചെയ്യാം. എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാറ്റാം. സെയിം കോൺസെപ്റ്റ് തന്നെ നിങ്ങളെ വെബ്സൈറ്റ് ബിൽഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക്
ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളെ അഡ്രസ് മാറ്റണം അല്ലെങ്കിൽ ആ ഇമേജ് ചേഞ്ച് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അതിന്റെ ഡാഷ്ബോർഡ് പോയിട്ട് ഇമേജോ അല്ല കണ്ടന്റോ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതാണ് കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം. അപ്പം ഈ ഒരു കോൺസെപ്റ്റിലാണ് വേർഡ് പ്രസ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്യുന്നത്, ഈ ബ്ലോഗിങ്ങും അതിനൊക്കെ വേണ്ടിയിട്ട് വേർഡ് പ്രസ് ചൂസ് ചെയ്യുന്നത്. അപ്പം ഇതാണ് വേർഡ് പ്രസ്. പിന്നെ കൂടാതെ മൾട്ടിപ്പിൾ തീംസുകൾ അവൈലബിൾ ആണ്. വേർഡ് പ്രസിന്റെ ലൈബ്രറിയിൽ തീംസ് അവൈലബിൾ ആണ്. ഇപ്പം ബ്ലൂ ഹോസ്റ്റ് പറഞ്ഞ പോലെ 100+ തീംസ് ബ്ലൂ ഹോസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ വേർഡ് പ്രസിൽ ഡീഫാൾട്ട് ആയിട്ട് കുറച്ച് തീംസ് ഉണ്ട്. അതുപോലെ ആ തീംസുകളും നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാം. ഒരു ഡിസൈനറോ അല്ലെങ്കിൽ ഒരു ഡെവലപ്പറിന്റെ ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന നോളജും അതുപോലെ ഓൺലൈനിൽ ജസ്റ്റ് ഒരു എന്താ പറയാ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള നോളജ് മാത്രം മതി വേർഡ് പ്രസ് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ. ഇപ്പോൾ വേർഡ് പ്രസിന്റെ ഡാഷ്ബോർഡാണിത്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റും, വളരെ സിമ്പിൾ ആണ്, ഏതൊരു പേഴ്സണിക്കും മനസ്സിലാവുന്ന രീതിയിലാണ് വേർഡ് പ്രസ് ബിൽഡ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ തന്നെ നിങ്ങൾക്ക് പേജുകൾ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ മെനൂസ് ഉണ്ടാക്കാം, അതുപോലെ തീംസുകൾ അപ്പിയറൻസിൽ പോയി കഴിഞ്ഞാൽ കണ്ടോ തീംസുകൾ മൾട്ടിപ്പിൾ തീംസ് അവൈലബിൾ ആണ്. അപ്പം അങ്ങനെ വളരെ സിമ്പിളും ഏതൊരു ആൾക്കാർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് UI കിടക്കുന്നത്. അപ്പോൾ ഇതാണ് സംഭവം വേർഡ് പ്രസ്. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ ഇപ്പം നമ്മുടെ ഈ ഒരു ഡിസൈൻ പ്രോസസ്സിൽ വേർഡ് പ്രസ് ചൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു കോംപ്ലിക്കേറ്റഡ് ഇല്ലാതെ ഒരു ബിഗിനേഴ്സിന് ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിന് ആപ്റ്റ് ആയിട്ടുള്ള CMS സിസ്റ്റം ഏതാണെന്ന് വെച്ചാൽ വേർഡ് പ്രസ് വളരെ ഹാൻഡിയാണ്. എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. സ്ട്രക്ചർ അത്രയും സിമ്പിളും പവർഫുള്ളും ആണ്. അപ്പോൾ ഇതാണ് വേർഡ് പ്രസ്. അതുപോലെ മറക്കണ്ട, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്ലൂ ഹോസ്റ്റിന്റെ കാര്യം, അതായത് സെർവർ ആയിരിക്കും വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയി പർച്ചേസ് ചെയ്തോ. ഡൊമൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സെർവർ ഫ്രീ ആയിട്ട് കിട്ടും. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, വേണ്ടവര് അവിടെ പോയിട്ട് ആക്സസ് ചെയ്താൽ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം. സീ യു ബൈ.